മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ റിവിഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊക്കെയായിരുന്നു? ഏദൻ തോട്ടവും സമയത്തെ തോൽപ്പിച്ച ശാസ്ത്രജ്ഞനുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയേ ആരാണി ഞാൻ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആരാണി ഞാൻ, ആരായിരുന്നു ആരാണി ഞാൻ എന്നുള്ളത്? ആരായിരുന്നു നോക്ക് പറഞ്ഞേ. ആരാണി ഞാൻ. ആരെ പറ്റിയായിരുന്നു പറയുന്നത്? ആരെ പറ്റിയായിരുന്നു? ഉപ്പിനെ പറ്റിയല്ലേ പറയുന്നത്? അല്ലേ? ഉപ്പിനെ പറ്റിയല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഉപ്പിനെ പറ്റിയല്ലേ നമ്മൾ ഈ ഒരു പറയുന്നത്? നോക്കി നമുക്ക് ആ പാഠഭാഗം മറന്നുപോയോ നിങ്ങൾ? ഇന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ. എന്താണ് ഒരു കടങ്കഥ രൂപത്തിലാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്, അല്ലേ? കടങ്കഥ രൂപത്തിലാണ്. എന്തായിരിക്കും കടങ്കഥ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്? നോക്കി, എന്താണെന്നുള്ളത് ഒരു ആകാംക്ഷ നമുക്ക്, എന്താണ് അതിൻ്റെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു തോന്നൽ ഉണ്ടാവുന്നു. നോക്കി, നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കാൻ നോക്കി. നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ അനേകം പേജുകൾ നമുക്ക് വേണ്ടി വന്നേക്കാം, അല്ലേ? ഒരുപാട് പേജുകൾ എടുത്തില്ലേ നമ്മൾ വെള്ളത്തിനെ പറ്റി ഒരു കുറിപ്പ് എഴുതുന്നത്, അല്ലേ? വെള്ളത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം എടുത്ത് എത്ര പേജ് വേണമെങ്കിലും നമ്മൾ എഴുതും, അല്ലേ? വെള്ളത്തിന് കളറില്ല, നമ്മളത് എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. അതാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ അതേസമയം നോക്കിക്കേ, ഇതെന്താണ്? ഈ നമുക്ക് പരിചയമുള്ള പല വസ്തുക്കളും ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും നാം ചിന്തിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് വളരെയേറെ അടുത്ത് പരിചയമുള്ള അങ്ങനെ ഒരു പദാർത്ഥത്തിൻ്റെ പ്രയോജനത്തിലേക്ക് വെളിച്ചം വീശുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇത് നമ്മുടെ ഈ ഒരു പാഠഭാഗം. ഏതാണ്? ഉപ്പ് എന്നുള്ള ആ ഒരു ആരാണി ഞാൻ. അപ്പോൾ നോക്കി, നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കിടക്കാം. നോക്കി, ഒരു കടങ്കഥ ചോദിക്കുന്നുണ്ടല്ലോ. എന്താണ്? അച്ഛനെ പേടിയില്ല, അമ്മയെ പേടിയില്ല, എല്ലാവർക്കും ഞാൻ ഏറ്റവും ഉള്ള ഒരു ബന്ധുവാണ്, അല്ലേ? എന്താണത്? അച്ഛനെ പേടിയില്ല, അമ്മയെ പേടിയുണ്ട്, എല്ലാവർക്കും ഞാനേറ്റ ഉറ്റ ബന്ധു. എന്തായിരിക്കാം? നിങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു അതിൻ്റെ ഉത്തരം? എന്താണ്? ഉപ്പാണ്. ഉപ്പിനെന്താണ്? ഉപ്പ് എല്ലാവരുടെയും ബന്ധുവല്ലേ? നമുക്ക് ഉപ്പില്ലാതെ ഒരു നിമിഷത്തെ പറ്റി, നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കാൻ പറ്റത്തില്ല, അല്ലേ? എന്താണ്? നോക്കി, നമുക്ക് പാഠഭാഗത്തേക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് എന്നെ അറിയാമോ? എല്ലാവർക്കും ഞാൻ വേണം, എനിക്ക് എല്ലാവരെയും വേണം. കുടിൽ മുതൽ കൊട്ടാരം വരെ എൻ്റെ സാന്നിധ്യം കൂടിയാലും കുറഞ്ഞാലും ആൾക്കാർക്ക് വെറുപ്പാണ്. അതുകൊണ്ട് പാകത്തിനൊക്കെ ഞാൻ നിൽക്കും. എന്താണ്? ഉപ്പിൻ്റെ രുചി കൂടിയാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഉപ്പ് കുറഞ്ഞു പോയാൽ അയ്യേ ഒരു രുചിയില്ലാന്ന് നമ്മൾ പറയുകയും ചെയ്യും. അമ്മയുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുവാൻ പറ്റില്ല. കാണണമെങ്കിൽ അച്ഛൻ തുണയ്ക്കണം. എന്താണ്? അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മ കടൽ വെള്ളമാണ്. കടൽ വെള്ളത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുമോ? അച്ഛനാണെങ്കിലോ, അച്ഛൻ വെയിലാണ്. വെയിലടിച്ചെങ്കിൽ മാത്രമേ ആ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് മാറുള്ളൂ. കണ്ടോ? അമ്മയുടെ അടുത്ത് എന്നെ ഒളിച്ചുകളി നടക്കൂ എന്നർത്ഥം. അച്ഛൻ ഭയങ്കര ചൂടനാണ്. എങ്കിലും ആ വാത്സല്യ കരങ്ങളാൽ തടവുമ്പോൾ എനിക്കൊരു പ്രത്യേക കരുത്തും മിടുക്കും വരും. എന്താണ്? സൂര്യരശ്മി വന്ന് ആ ഉപ്പിൻ്റെ ആ വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ പതിക്കുമ്പോഴാണ് എന്ത്? ഉപ്പ വേർതിരിഞ്ഞ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല അല്ലേ? എങ്കിൽ കേട്ടോളൂ. സാക്ഷാൽ വെള്ളക്കാരെ തുരത്താൻ ഗാന്ധിജിയോടൊപ്പം ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അത് ലോകത്തെ കിടിലം കൊള്ളിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹമുണ്ടായോ? എന്താണ്? വെള്ളക്കാരെ വരെ, സാക്ഷാൽ വെള്ളക്കാരെ വരെ തുരത്താൻ എന്താണ്? ഗാന്ധിജിയോടൊപ്പം ഞാനും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉപ്പു സത്യാഗ്രഹം ഉണ്ടായിരുന്നല്ലോ അന്ന്. അത് ലോകത്തെ കിടിലം കൊള്ളിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹമുണ്ടായോ? ഇല്ലെങ്കിൽ വേറൊന്ന് പറയാം. ശകുനത്തിന് വളരെ കേമനാണെന്ന് നിങ്ങൾ പറയുന്ന ഒരു പക്ഷിയെ എൻ്റെ പേരിട്ടാണ് വിളിക്കുന്നത്. ഒരു ബലിക്കാക്കയുടെ വലിപ്പമേ ഉള്ളൂ, ചിറക് പക്ഷേ ചെമ്പിച്ചതാണ്. വാലിന് നീളവും വീതിയും കൂടും.
വർഗത്തിലാണ് പെടുക. ചാല് വലത്തോട്ടൊഴിഞ്ഞു ചകോര പക്ഷിയുടെ ശകുനം കണ്ട് ദ്വാരകയ്ക്ക് പോയ കുചേലന് കിട്ടിയത് ശ്രീകൃഷ്ണന്റെ മൊത്തം സമ്പാദ്യത്തിന്റെ പകുതിയാണ്. അല്ലേ? അതെല്ലാം നമ്മൾ ഉപ്പന്റെ കാര്യമാണ് പറയുന്നത്. എന്തിനാണ്? ഉപ്പന്റെ കാര്യം. ഇനി 2 സൂചനകൾ കൂടി തരാം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ എൻ്റെ പേര് ചേർത്താണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പറച്ചുപെറ്റ പന്തിരികുലത്തിലെ നായകന്മാരിൽ ഒരാളെ എൻ്റെ പേര് ചേർത്താണ് വിളിക്കുക. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഉത്തരമായി വരുന്ന ഏതാനും കടങ്കഥകൾ പറയാം. കടങ്കഥയ്ക്ക് ഞാൻ ഇഷ്ടതോഴനാണ്. അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മകൻ ഇല്ലാതാകും. എന്താണ്? അമ്മ തൊട്ടാലും അമ്മയെ തൊട്ട് കഴിഞ്ഞാലും എന്തുകൊണ്ട് ഇല്ലാതാകും? അമ്മ തൊട്ടാലും വെള്ളം വന്ന് ഉപ്പുകല്ലിനകത്ത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപ്പുകല്ല് അലിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉപ്പുകല്ലിൽ നിന്ന് വെള്ളത്തിൽ വീണാലോ ഉപ്പുകല്ലിനെ പിന്നെ കാണാൻ കിട്ടുമോ? ഇല്ല, അങ്ങനെ അലിഞ്ഞു പോകും. നോക്കിയേ, നീറ്റിലിട്ടാൽ കാണില്ല, തീയിലിട്ടാൽ ചടപട. എന്താണ്? വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കാണത്തില്ല. അതേസമയം ഉപ്പിനെ തീയിലോട്ടിട്ട് കഴിഞ്ഞാൽ തന്നെ ചടപടാന്ന് പൊട്ടും. കൂട്ടി തിന്നാൽ 1-ാം തരമാണ്, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. ഇവിടെ എന്തിൻ്റെയും നമ്മുടെ പുളിമാങ്ങയുടെ ഒക്കെ കൂടെ ചേർത്ത് ഉപ്പ് കഴിക്കുമ്പോൾ ഊഹാ എന്തൊരു ടേസ്റ്റ് അല്ലേ. അപ്പോഴെന്താണ്? ഒറ്റയ്ക്ക് ഒരു കഷ്ണം ഉപ്പ് തിന്നാനാണെങ്കിലോ ആർക്കും വേണ്ട, ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ വേറെ എന്തിനെങ്കിലും കൂടെ ചേർത്തിട്ടാണെങ്കിൽ സൂപ്പറാണ്. കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരില്ല, അക്കറി കൂട്ടാത്തോരാരുമില്ല. എന്താണ് ഈ ഉപ്പ്? കുത്തിയാൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് നട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് മുളച്ച് വരില്ല. പിന്നെന്താണ്? വേലിയിൽ പടർന്ന് കയറില്ല. അത് പിന്നെന്താണ്? ആ ഒരു കറി കൂട്ടാത്തവരുമായിട്ട് ആരുമില്ല. ആ ഉപ്പൊഴിച്ച കറികൾ കൂട്ടാത്തതായിട്ട് ആരും ഇല്ല. ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. ഉപ്പ് ചുമന്ന് നടക്കുന്നവനൊരു കപ്പല് കടലിൽ ഇറക്കാൻ മോഹം എന്ന് അതിമോഹക്കാരെ പരിഹസിക്കാൻ കുഞ്ചൻ നമ്പ്യാർ എന്നെയാണ് കൂട്ടുപിടിച്ചത്. കണ്ടോ, ഉപ്പ് ചേർത്തപ്പോൾ കവിതയ്ക്കും സ്വാദായി. ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായി അല്ലേ? ഞാനൊരു ഗൃഹവൈദ്യനാണെന്ന് പഴമക്കാർക്കറിയാം. എന്തിനും പറ്റിയ ഒറ്റമൂലി. ഉപ്പുവെള്ളം കൊണ്ട് തല കഴുകിയാൽ അഴുക്കെല്ലാം പോകും. ഒപ്പം താരനും. പല്ലുവേദനയോ തൊട്ടുവേദനയോ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം കവിളിൽ കൊണ്ടാൽ മതി. ചെവിയിൽ ഒരു ഉറുമ്പ് പോയി എന്നിരിക്കട്ടെ, എന്തു ചെയ്യും? ലേശം ഉപ്പുവെള്ളം ചെവിയിൽ ഒഴിച്ച് കമഴ്ത്തിക്കളഞ്ഞാൽ ഇഷ്ടൻ പുറത്തു ചാടും. വയറിളക്കമുള്ളവർക്ക് കഞ്ഞിവെള്ളത്തിൽ ലേശം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്താൽ 1-ാം മരുന്നായി. കടൽ വെള്ളത്തിൽ കുളിച്ചാൽ ചർമ്മരോഗങ്ങൾക്ക് നന്ന്. വാദം കൊണ്ടുള്ള വേദനയും കുറയും. നഖം കുത്തിപ്പഴുത്താൽ ഉപ്പുവെള്ളം കൊണ്ട് ധാര കോരിയാൽ മതി. അട്ട കടിച്ച രക്തപ്രവാഹം നിലയ്ക്കാൻ ലേശം ഉപ്പുപൊടി കടിവായിൽ വിതറിയാൽ മതി. കണ്ടോ, ഇങ്ങനെ ഒരുമാതിരി രോഗങ്ങൾക്കൊക്കെ ഞാൻ മതി. ഏതു വീട്ടിലും ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണല്ലോ. കാരണം ഒരു വീടായാൽ ഉണ്ടായിരിക്കേണ്ടത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളാണ്. ഉപ്പ് തരിയായിട്ടാണ് കാണപ്പെടുക. നിറമില്ല, മണമില്ല. ഉപ്പിൻ്റെ രസത്തിന് ഉവർപ്പ് രസം എന്നാണ് പറയുക. ഇനിപ്പ്, മധുരം, കയ്പ്, ഉവർപ്പ്, എരിവ്, പുളിപ്പ്, ചവർപ്പ് എന്നിങ്ങനെ ആണല്ലോ രസങ്ങൾ. എന്താണ്? രുചികൾ അങ്ങനെയൊക്കെയാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസ്തതയുടെ പര്യായമാണ്. ഉപ്പിലിട്ട് വെച്ചുമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുക. മത്സ്യം, മാംസം എന്നിവ അങ്ങനെയാണല്ലോ പണ്ടേ സൂക്ഷിച്ചു വയ്ക്കാറുള്ളത്. ഉപ്പിലിട്ടത് കേരളീയന്റെ ഒരു പ്രധാന ഭക്ഷ്യ വിഭവമാണ്. ഉപ്പിലിട്ടത് എന്നാണ് സാധാരണ പറഞ്ഞിരുന്നത്. അച്ചാറ് എന്ന പേര് പിന്നെ വന്നതാണ്. മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, കുമ്പഴങ്ങ, ശതാവരിക്കിഴങ്ങ് എന്നിവ ഉപ്പിലിടുന്നവയിൽ പ്രധാനപ്പെട്ടവയാണ്. ഉപ്പുമാങ്ങ ഭരണി പഴയ കേരളീയ തറവാടുകളിലെ ആഠ്യത്വത്തിന്റെ പര്യായമാണ്. ഇപ്പോൾ നമുക്ക് തറവാടില്ല, ഉപ്പിലിടാൻ പറ്റിയ നാട്ടുമാങ്ങയില്ല. ഭരണി ആരെങ്കിലും ഷോയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ടോ ആവോ? ഉപ്പിട്ട് വച്ച നാട്ടുമാങ്ങ 2-3 കൊല്ലം കേടുകൂടാതെ ഇരിക്കും. ഉപ്പിട്ട മാങ്ങ ഉടച്ച് കാന്താരിമുളകും തിരുമിയാൽ സ്വാദിഷ്ടമായ വിഭവമായി. പഴയ മലകളിലും കോവിലകങ്ങളിലും കടുമാങ്ങ നിത്യവിഭവങ്ങളിൽ പെടുന്നു. റോമ പട്ടാളക്കാർക്ക് ഒരു കാലത്ത് ഉപ്പുബത്ത സലേറിയം അനുവദിച്ചിരുന്നു എന്നറിയാമോ?
ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാലറിയിൽ നിന്നാണ് ശമ്പളം എന്നർത്ഥമുള്ള സാലറി എന്ന പദം ഉണ്ടായത്. മാസം തോറും സാലറി വാങ്ങുന്നവർ ആരെങ്കിലും അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഉപ്പിന്റെ കഥ ഓർക്കാറുണ്ടോ? അല്ലേ, ഇത്രയാണ് നമ്മൾ പാഠഭാഗം. നമ്മൾ ഉപ്പിന്റെ കാര്യമാണ് പഠിച്ചത്. ഓക്കെ, ഇപ്പൊ നമുക്കതിൽ എക്സസൈസ് നോക്കാം. നോക്കിയേ, തുണയ്ക്കുക, സഹായിക്കുക, ഊഹിക്കുക, അനുമാനിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക, പെരുകുക, വർദ്ധിക്കുക, പരിഹസിക്കുക, കളിയാക്കുക, ചകോരം, ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോട്ട്, തോഴൻ കൂട്ടുകാരൻ, ചങ്ങാതി, സ്വാദ് ചുവ രുചി, ചർമ്മം തോൽ അജിനം, ധാര കോരുക എന്താണ്, എണ്ണയും മറ്റ് കോരി ഒഴിച്ചുള്ള ഒരു ചികിത്സാ രീതിക്കാണ് ധാര കോരുക എന്ന് പറയുന്നത്. ഒറ്റമൂലി സിദ്ധൌഷധമാണ്, പ്രതിവിധിയാണ്. പ്രവാഹം ഒഴുക്ക്, ലേശം കുറച്ച് അല്ലെങ്കിൽ അല്പം, കടിവായ് കടിയുടെ മുറിപ്പാട്, കടുക്ക ഒരു അങ്ങാടി മരുന്നാണ്, ത്രിഫലയിൽ ഒന്നാണ് കടുക്ക എന്ന് പറയുന്നത്. മന നമ്പൂതിരിമാരുടെ ഭവനം. സമാനാർത്ഥ പദങ്ങൾ എഴുതുക. അമ്മ, നോക്കിക്കുക, സമാന പദം പറഞ്ഞ പര്യായ പദങ്ങൾ ജനനി, ജനയിത്രി, മാതാവ്. പക്ഷിയാണെങ്കിലോ ഖഗം, പതംഗം. കുയിൽ പികം, കോകിലം. കടൽ സമുദ്രം, ആഴി സാഗരം. പല്ല് ദന്തം, രതനം. കാക്ക വായസം, കരടം, മൗകലി. മൗകലി ഒരു പുതിയ പേരാണ് കേട്ടോ. വായസം, കരടം, മൗകലി. അടുത്ത നോക്കിക്കേ, വിപരീത പദം നോക്കിക്കേ നിങ്ങളെ. ആദ്യം അവസാനം, സാന്നിധ്യം അസാന്നിധ്യം, പഴമ പുതുമ, കുറയ്ക്കുക കൂടുക, പ്രധാനം അപ്രധാനം. ഓക്കെ, കൊടുക്കുക വാങ്ങുക. അപ്പൊ നോക്കി അടുത്ത നോക്കിക്കേ, ഇനി ചേർത്ത് എഴുതാനുള്ളതാണ്. സാരം അധികമില്ല, സാരമില്ല. സാരം അധികമില്ല, സാരമില്ല. ഇല്ല അധികം അല്ലേ, ഇല്ലയല്ലേ, ഇല്ലയല്ലേ. ഗാന്ധിജിയോട് അധികം ഒപ്പം, ഗാന്ധിജിയോടൊപ്പം. ഉപ്പിൽ അധികം ഇട്ടത്, ഉപ്പിലിട്ടത്. തരി അധികം ആയിട്ടാണ്, തരിയായിട്ടാണ്. വെള്ളത്തിൽ അധികം എല്ലാം, വെള്ളത്തിലെല്ലാം. കമഴ്ത്തി അധികം കളയുക, കമഴ്ത്തി കളയുക. കാണണം അധികം എങ്കിൽ, കാണണമെങ്കിൽ. ഇനി നോക്കിക്കേ, മാതൃക നോക്കി. സമുദ്ര സഞ്ചാരം, സമുദ്രത്തിലൂടെയുള്ള സഞ്ചാരം. കടൽ വെള്ളം, കടലിലെ വെള്ളം. ഉപ്പുപൊടി, ഉപ്പിൻ്റെ പൊടി. സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. ചകോര പക്ഷി, ചകോരം എന്ന പക്ഷി. ഉപ്പുവെള്ളം, ഉപ്പ് ലയിച്ച വെള്ളം അല്ലെങ്കിൽ ഉപ്പ് കലർന്ന വെള്ളം എഴുതാം. ഇനി നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് ശ്രദ്ധിക്കാവൂ. നിങ്ങളെ പഠിച്ചോ നിങ്ങളിതൊക്കെ? എന്നെ കാണണമെങ്കിൽ അച്ഛൻ തുണയ്ക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? കടലിനെയാണ് ഉപ്പിൻ്റെ അമ്മയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്, സൂര്യനെ അച്ഛനായി. കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഉപ്പിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഉപ്പിൻ്റെ സാന്നിധ്യം അറിയാൻ രുചിച്ചു നോക്കിയാലേ സാധിക്കൂ. കടൽ വെള്ളം വറ്റിക്കുമ്പോൾ തെളിഞ്ഞ് തരിതരിയായി ഉപ്പ് പ്രത്യക്ഷപ്പെടുന്നു. അതായത് അച്ഛനായ സൂര്യൻ്റെ വെയിൽ തട്ടി വെള്ളം വറ്റുമ്പോഴേ ഉപ്പിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നെ കാണണമെങ്കിൽ അച്ഛൻ തുണയ്ക്കണമെന്ന് പറയാൻ കാരണം. അടുത്ത നോക്കിക്കേ, ചകോരത്തെ ശകുനം കണ്ട് യാത്ര പോയ കുചേലന് എന്താണ് ലഭിച്ചത്? കുചേലൻ വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സഹായം തേടി തൻ്റെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെട്ടു. കുചേലൻ വീട്ടിൽ നിന്നും യാത്ര പുറപ്പെടുന്ന സമയത്ത് വലതുവശ ഭാഗത്തേക്ക് പറന്നു പോകുന്ന ഉപ്പനെയാണ് ശകുനം കണ്ടത്. ഉപ്പനെ ഇങ്ങനെ ശകുനം കണ്ടാൽ യാത്ര മംഗളകരമായിരിക്കുമെന്ന് വിശ്വാസം.
ഏതായാലും ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ട കുചേലന് സ്നേഹപൂർവമായ സ്വീകരണം മാത്രമല്ല ലഭിച്ചത്, ശ്രീകൃഷ്ണന്റെ സമ്പത്തിന്റെ പകുതി കൂടി കിട്ടുകയും ചെയ്തു. ഉപ്പിനെ ശകുനം കണ്ട് യാത്ര പുറപ്പെട്ട കുചേലന്റെ ഉദ്ദേശം സഫലമാവുകയും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തുവെന്നാണ് കഥ. അല്ലേ? കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് ചെയ്തത്? വലത്തൂടെ പറന്ന് ചകോരാതി പക്ഷികൾ പോയി, ആ ഉപ്പൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പോയ വഴിക്കുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ സാധിച്ചു. അടുത്ത നോക്കിക്കേ, ഉപ്പനെ ഗൃഹവൈദ്യനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉപ്പിനെ എന്താണ്? ഉപ്പിന്റെ പ്രയോജനങ്ങൾ വളരെയേറെയാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് പുറമെ പലതരം രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും മറ്റുമുള്ള ഔഷധമായും ഉപ്പ് പ്രയോജനപ്പെടുത്തുന്നു. ഉപ്പ് വെള്ളം കൊണ്ട് തല കഴുകിയാൽ അഴുക്കും താരനും പോകും. പല്ലുവേദനയോ തൊണ്ടവേദനയോ ഉണ്ടെങ്കിൽ ഉപ്പുവെള്ളം കവിൾ കൊണ്ടാൽ ശമനം കിട്ടും. ചെവിയിൽ ഉറുമ്പ് പോയാൽ ഉപ്പുവെള്ളം ഒഴിച്ചാൽ മതി, ഉറുമ്പ് പുറത്തു ചാടും. കഞ്ഞിവെള്ളത്തിൽ അല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് കഴിച്ചാൽ വയറിളക്കം കുറയും. കടൽ വെള്ളത്തിൽ കുളിച്ചാൽ ചർമ്മരോഗങ്ങളും വാതം കൊണ്ടുള്ള വേദനയും കുറയും. നഖം കുത്തിപ്പഴുത്താൽ ഉപ്പുവെള്ളം കൊണ്ട് ധാര കോരിയാൽ ഭേദമാകും. അട്ട കടിച്ചാൽ ആ മുറിവിൽ ഉപ്പുപൊടി വിതറിയാൽ രക്തപ്രവാഹം നിലയ്ക്കും. ഇങ്ങനെ ഒട്ടേറെ രോഗങ്ങൾക്ക് ഔഷധമായ ഉപ്പ് എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഉപ്പിനെ ഗൃഹവൈദ്യം എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ, 6 രസങ്ങൾ ഏതൊക്കെയാണ്? ഇനിപ്പ്, അതായത് മധുരം, കയ്പ് അല്ലെങ്കിൽ ഉവർപ്പ്. കയ്പിന്റെ ടേസ്റ്റ് കയ്പ് തന്നെയല്ലേ, നമ്മൾ പാവയ്ക്കേണ്ട ടേസ്റ്റ്. ഉവർപ്പ് ഉപ്പ്, എരിപ്പ് എരിവ്, പുളി രുചിയല്ലേ, ചവർപ്പ് കമർപ്പ് എന്നിവയാണ് 6 രസങ്ങൾ. അടുത്ത നോക്കിക്കേ, ശമ്പളത്തിന് സാലറി എന്ന പേര് വന്നത് എങ്ങനെ നോക്കിക്കേ. റോമൻ പട്ടാളക്കാർക്ക് പണ്ട് ഉപ്പുബദ്ധ, അതായത് സാലറിയം അനുവദിച്ചിരുന്നു. സാലറിയം എന്ന പദത്തിൽ നിന്നാണ് പിൽക്കാലത്ത് ശമ്പളം എന്നർത്ഥമുള്ള സാലറി എന്ന പദം ഉണ്ടായത്. അടുത്ത 6 നോക്കിക്കേ, കൂട്ടിത്തിന്നാൻ ഒന്നാം തരമാണ്, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. കാരണം എന്ത്? ഉപ്പ് ഉത്തരമായി വരുന്ന ധാരാളം കടങ്കഥകളുണ്ട്. അതിലൊന്നാണ് കൂട്ടിത്തിന്നാൻ ഒന്നാം തരമാണ്, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട എന്ന കടങ്കഥ. നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും ഉപ്പ് ആവശ്യമാണ്. ഉപ്പ് ചേർന്നില്ലെങ്കിൽ ഭക്ഷണത്തിന് ശരിയായ രുചി കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലാ ഭക്ഷണത്തിനും നല്ല രുചി കിട്ടാൻ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. എന്നാൽ ഉപ്പ് തന്നെ തിന്നാൻ കഴിയില്ല, അങ്ങനെ ആരും ചെയ്യില്ല. എല്ലാ ഭക്ഷണത്തിൻ്റെയും കൂടെ ഉപ്പ് നിർബന്ധമാണെങ്കിലും ഉപ്പ് മാത്രമായി അല്പം പോലും തിന്നാൻ കഴിയില്ല എന്ന ആശയമാണ് ഈ കടങ്കഥ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മളുടെ ആ ടെക്സ്റ്റിൽ ആ പാഠത്തിന് താഴെ എന്താണ് നവരസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശൃംഗാരം, ഹാസ്യം, കരുണം, വീരം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അദ്ഭുതം, ശാന്തം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. അടുത്ത നമുക്ക് ഏതാണ്? പൈതൽ എന്നുള്ള പാഠഭാഗമാണ്. അടുത്ത ഏതാണ്? പൈതൽ. ചങ്ങമ്പുഴയുടെയാണ് പൈതൽ. എന്താണ്? ഒരു കൊച്ചു കുഞ്ഞിന്റെ സൗന്ദര്യത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. എന്താ? നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് അർത്ഥമില്ലാത്തതെങ്കിലും എന്താണ് രസകരമായ വാക്കുകളെല്ലാം കൊഞ്ചി പറഞ്ഞ് അങ്ങനെ രസിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അല്ലേ? ആ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിൽ എന്താണ്? സന്തോഷം നിറയ്ക്കുന്നതാണ് ആ കുഞ്ഞിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും. അപ്പോൾ നമുക്ക് അതൊന്ന് ആ പാഠഭാഗത്തിൻ്റെ ഒരു റിവിഷൻ നടത്താം. തേനുള്ളി കുളിർ ചുണ്ടു വിടർത്തി നിലാവൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാതെങ്കിലും എത്രയും സാരസ്യം പോലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കും നിതങ്കണത്തിങ്കലായി നീലയിലാണ്ടോരോ മനപ്പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിലില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും
കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ലതോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാനൊന്നിടുന്നു വിഫലമായിട്ടവൻ മുന്നിൽ പാറി കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതശീലവനില്ല അല്ലലൽപ്പവും. വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. അദ്ദേഹത്തിൻ്റെ ശ്മശാനത്തിലെ തുളസി എന്നുള്ള കവിതാ സമാഹാരത്തിലെ ഒരു ഭാഗമാണ് ഈ പൈതൽ. നോക്കിയേ, എന്താണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു തേനൊലി കുളി ചുണ്ടു വിടർത്തി നല്ല പൂനിലാവൊളി പുഞ്ചിരി തൂങ്ങി നല്ല നിലാവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് എന്താണ് അർത്ഥമില്ലാത്തതെങ്കിലും രസകരമായിട്ടുള്ള വാക്കുകൾ കൊഞ്ചി പറഞ്ഞു. പിന്നെന്ത് ചെയ്യുന്നു? കൊഞ്ചി പറഞ്ഞും മുറ്റത്ത് കളിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഒരു ഓമനത്വമുള്ള പൈതലിൻ്റെ ഈ ദൃശ്യങ്ങളാണ് മനോഹരമായ അതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു ദൃശ്യം ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് കവി പറയുന്നത്. എന്താണ് ആ കൊച്ചു കുഞ്ഞിൻ്റെ കൂടെ എന്താണ് കേട്ടോ? കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിനില്ല മറ്റൊന്നുമേ. അടുത്ത് നോക്കിക്കേ, പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ലതോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാനൊന്നിടുന്നു വിഫലമായിട്ടവൻ. എന്തുവാണ്? ആ പച്ചിലകൾ തിന്നുകൊണ്ട് വളരെ ഉല്ലാസപൂർവ്വം തുള്ളിച്ചാടി നടക്കുന്ന ആ ഒരു ആട്ടിൻകുട്ടിയും പിന്നെന്താണ് ആ പൈതലിൻ്റെ കൂടെ തന്നെ ഉണ്ട്. വലിയ മരച്ചില്ല തോറും എന്താണ് പറന്നു നടക്കുന്ന ആ മഞ്ഞക്കിളിയെ ചെന്ന് പിടിക്കാൻ എന്താണ് വെറുതെ ശ്രമിക്കുകയാണ് ആ കൊച്ചുകുട്ടി. പിന്നെന്താണ് മുന്നിൽ പാറിക്കളിച്ചു നടക്കുന്ന പൂമ്പാറ്റയുടെ പിന്നിലൂടെ പതുങ്ങി അതിനെ പിടിക്കാൻ കുറേ സമയം നടന്നിട്ടും കിട്ടാതെ ആ ശ്രമത്തിൽ നിന്നും കുട്ടി പിൻവാങ്ങി. എല്ലാ സമയവും ആനന്ദമല്ലാതെ ആ പിഞ്ചു മനസ്സിൽ തെല്ലുപോലും ദുഃഖമില്ല. ആനന്ദത്തിൻ്റെ ഇരിപ്പിടമായ ബാല്യകാലമേ വിജയിച്ചാലും എന്നാണ് കവി ആശംസിക്കുന്നത്. കുട്ടിയുടെ നിഷ്കളങ്കതയും ശൈശവത്തിൻ്റെ ആഹ്ലാദവുമാണ് കവി ഈ വരികളിൽ വ്യക്തമാക്കുന്നത്. ഓക്കെ, മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതശീലവനില്ല അല്ലലൽപ്പവും. വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. ഇതാണ് കുഞ്ഞ് എപ്പോഴും വിജയിക്കട്ടെ അല്ലേ? എപ്പോഴും വിജയിക്കട്ടെ, എപ്പോഴും ജയിക്കട്ടെ എന്നെല്ലാം പറയുകയാണ്. ഇവിടെ പാടാം. തേനൊലി കോളി ചുണ്ടു വിടർത്തി പൂനിലാമൊളി പുഞ്ചിരി തൂകിയും സാരമില്ലാത്തതെങ്കിലും എത്രയും സാരസ്യം പോലും വാക്കുകൾ കൊഞ്ചിയും ലാലസിക്കുന്നിതങ്കണത്തിങ്കലായി ഇലയിലാണ്ടോരോ മനപ്പൂമ്പൈതൽ കണ്ണിനാനന്ദമേകാനതിൽ പരം നിർണയം മഞ്ഞിലില്ല മറ്റൊന്നുമേ. പച്ചിലകൾ കടിച്ചു ചാഞ്ചാടിയും കൊച്ചാട്ടിൻ കുട്ടിയുണ്ടു കൂട്ടാളിയായി മാമരച്ചില്ലതോറും പറക്കുന്ന കോമളങ്ങളാം മഞ്ഞക്കിളികളെ ചെന്നു മന്ദം പിടിച്ചെടുത്തിടുവാൻ ഊന്നിടുന്നു വിഫലമായിട്ടവൻ. മുന്നിൽ പാറിക്കളിക്കും പൂമ്പാറ്റതൻ പിന്നിലൂടെ പതുങ്ങി നടക്കിലും ഒട്ടുനേരം കഴിയവേ തൻ കയ്യിൽ കിട്ടിടാതവൻ പിന്മടങ്ങിയിടുന്നു. ഏതു നേരത്തും ആനന്ദമല്ലാതെ ചേതശീലവനില്ല
വെൽക വെൽക നീ ശൈശവകാലമേ, വെൽക വെൽക നീ ആനന്ദധാമമേ. നോക്കി നമ്മളെ അർത്ഥം എഴുതുക, ശ്രദ്ധിച്ചേ. ഒളി ശോഭ, നിർണയം നിശ്ചയം, അല്ലൽ ദുഃഖം, ലാലസിക്കുക ഏറെ ശോഭിക്കുക, മാമരം വലിയ മരം, ലീല കളി വിനോദം ലീല, ഊന്നുക ശ്രമിക്കുക അല്ലെങ്കിൽ ലക്ഷ്യമാക്കുക, വെൽക വിജയിക്കുക, സ്വാരസ്യം രസികത്വം, കോമളം മാർദ്ദവം അല്ലെങ്കിൽ മാധുര്യം, അങ്കണം കുറ്റം, ചേതസ് മനസ്സ്, ധാമം ഇരിപ്പിടം, തൂകുക ചിതറുക അല്ലെങ്കിൽ ചൊരിയുക, മന്ദം പതുക്കെ. സമാന പദങ്ങൾ നോക്കിക്കേ. കണ്ണ് നയനം, നേത്രം അക്ഷി, മിഴി, ഒത്തിരി വാക്കുകളുണ്ട് കേട്ടോ. അല്ലൽ ദുഃഖം വ്യഥ, അങ്കണം കുറ്റം, അജിതം കൈ കരം ഹസ്തം, ചേതസ് മനം, ചിത്തം. മരം നോക്കിക്കേ വൃക്ഷം, തരു ശാഖി. ഇനി നോക്കിക്കേ മാതൃക നോക്കുക. സദസ്സിലുള്ളവർ സദസ്യ, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, സ്വർണം കൊണ്ടുള്ള മാല സ്വർണമാല, അസൂയയുള്ളവൻ അസൂയാലു, സമുദ്രത്തിൻ്റെ തീരം സമുദ്രതീരം, ഊന്നാനുള്ള വടി ഊന്നുവടി, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം, കവിയുടെ ഭാവന കവിഭാവന, പക്ഷികളുടെ സങ്കേതം പക്ഷി സങ്കേതം, ധാന്യത്തിൻ്റെ മണി ധാന്യമണി, ധാന്യമണി, ധാന്യത്തിൻ്റെ മണി ധാന്യമണി, വഴികാട്ടുന്ന ആൾ വഴികാട്ടി ഗൈഡ് എന്ന് പറയും. വിജ്ഞാനത്തെ സംബന്ധിച്ചത് വൈജ്ഞാനിക, വിജ്ഞാനത്തെ സംബന്ധിച്ച് എന്താണ് വൈജ്ഞാനികമാണ്. ഒന്നുകൂടെ നോക്കിക്കേ. സദസ്സിലുള്ളവർ സദസ്യർ, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, സ്വർണം കൊണ്ടുള്ള മാല സ്വർണമാല, അസൂയയുള്ളവൻ അസൂയാലു, സമുദ്രത്തിൻ്റെ തീരം സമുദ്രതീരം, ഊന്നാനുള്ള വടി ഊന്നുവടി, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം, കവിയുടെ ഭാവന കവിഭാവന, പക്ഷികളുടെ സങ്കേതം പക്ഷി സങ്കേതം, ധാന്യത്തിൻ്റെ മണി ധാന്യമണി, വഴികാട്ടുന്ന ആൾ വഴികാട്ടി, വിജ്ഞാനത്തെ സംബന്ധിച്ചത് വൈജ്ഞാനികം. അടുത്ത നോക്കി ചോദ്യത്തിന് ശ്രദ്ധിച്ചേ. കണ്ണിന് ആനന്ദമേകാൻ അതിൽപരം നിർണയം മഞ്ഞിലില്ല മറ്റൊന്നുമേ. കവി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഏത് കാഴ്ചയെക്കുറിച്ചാണ്? കുഞ്ഞിളം ചുണ്ടു വിടർത്തി പുഞ്ചിരി പൂനിലാവ് പരത്തിക്കൊണ്ട് കിളിക്കൊഞ്ചലുമായി മുറ്റത്ത് കളിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ ദൃശ്യം കണ്ണിനും മനസ്സിനും പകർന്നു നൽകുന്ന ആനന്ദത്തെക്കാൾ വലിയ വേറൊരു ആഹ്ലാദവും ഭൂമിയിലില്ലെന്നാണ് കവി പറയുന്നത്. എന്താണ് ആ കുഞ്ഞിളം ചുണ്ട് വിടർത്തിക്കൊണ്ട് എന്താണ് വിടർത്തി ആ പുഞ്ചിരി പൂനിലാവ് പരത്തിക്കൊണ്ട് കിളിക്കൊഞ്ചലുമായി മുറ്റത്ത് കളിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ ദൃശ്യം കണ്ണിനും മനസ്സിനും പകർന്നു നൽകുന്ന ആനന്ദത്തെക്കാൾ വലിയ വേറൊരു ആഹ്ലാദവും ഭൂമിയിലില്ലെന്നാണ് കവി പറയുന്നത്. രണ്ട് നോക്കിക്കേ. കുട്ടിയുടെ കൂട്ടാളി ആരാണ്? കൂട്ടാളി? പച്ചിലകൾ കഴിച്ചുകൊണ്ട് മുറ്റത്തു കൂടി തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചാട്ടിൻ കുട്ടിയാണ് പൈതലിൻ്റെ കൂട്ടാളി. ആരാണ്? ആ പച്ചിലകൾ കഴിച്ചുകൊണ്ട് മുറ്റത്തു കൂടി തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചാട്ടിൻ കുട്ടിയാണ് പൈതലിൻ്റെ കൂട്ടാളി. അടുത്തത് നോക്കിക്കേ. മൂന്നാമത് നോക്കിക്കേ. ശൈശവത്തിൻ്റെ സവിശേഷത എന്താണെന്നാണ് കവി പറയുന്നത്? ഏത് നേരവും മനസ്സിൽ ആനന്ദമല്ലാതെ ദുഃഖം അല്പം പോലും ഇല്ലെന്നാണ് ശൈശവത്തിൻ്റെ സവിശേഷതയായിട്ട് കവി പറയുന്നത്. എന്തൊക്കെയാണ്? ഏത് നേരവും മനസ്സിൽ ആനന്ദമല്ലാതെ ദുഃഖം അല്പം പോലും ഇല്ലെന്നാണ് ശൈശവത്തിൻ്റെ സവിശേഷതയായിട്ട് കവി പറയുന്നത്. അടുത്ത നാലാമത്തെ നോക്കിക്കേ. കുട്ടിയുടെ ഏതൊക്കെ ശ്രമങ്ങളാണ് വിഫലമായിത്തീരുന്നത്?
എന്താണ് വലിയ മരത്തിന്റെ ചില്ലകൾ തോറും പറന്നു നടക്കുന്ന മഞ്ഞക്കിളിയെ പിടിക്കുവാനുള്ള ശ്രമവും മുറ്റത്ത് കുട്ടിയുടെ സമീപത്തു കൂടി പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പതുങ്ങിച്ചെന്ന് പിടിക്കുവാനുള്ള കുട്ടിയുടെ ശ്രമവുമാണ് വിഫലമായത്. എന്താണ്? വലിയ മരത്തിന്റെ ചില്ലകൾ തോറും പറന്നു നടക്കുന്ന മഞ്ഞക്കിളിയെ പിടിക്കുവാനുള്ള ശ്രമവും അതുപോലെ എന്താണ് മുറ്റത്ത് കുട്ടിയുടെ സമീപത്തു കൂടി പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പതുങ്ങിച്ചെന്ന് പിടിക്കുവാനുമുള്ള കുട്ടിയുടെ ശ്രമവുമാണ് വിഫലമായത്. അടുത്ത നോക്കിക്കേ, ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ഇഷ്ടമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയേ, ഓമനത്തം തുടങ്ങുന്ന മുഖവും കുഞ്ഞിളം ചുണ്ടിൽ വിരിയുന്ന പാൽപുഞ്ചിരിയും കിളിക്കൊഞ്ചലും പൈതലിന്റെ ലീലാവിനോദങ്ങളും ആരുടെയും മനസ്സിന് ആഹ്ലാദം പകരുന്നവയുമാണ്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെയാണ് കവി അവതരിപ്പിക്കുന്നത്. അവന്റെ തേനോഴുന്ന ചുണ്ടിൽ വിടരുന്ന നിലാവ് പോലുള്ള പുഞ്ചിരിയും അർത്ഥമില്ലാത്തതെങ്കിലും ഏറെ ഹൃദ്യമായ കൊഞ്ചലുകളും മരച്ചില്ലയിൽ പറക്കുന്ന മഞ്ഞക്കിളിയുടെ അരികിലൂടെ പാറിക്കളിക്കുന്ന പൂമ്പാറ്റയെ പിടിക്കുവാനുള്ള ശ്രമവുമെല്ലാം വായനക്കാരുടെ മനസ്സിൽ ആഹ്ലാദാനുഭവം പകരുന്നതാണ്. അവനോടൊപ്പം ഒരു ആട്ടിൻകുട്ടിയും തുള്ളിച്ചാടി നടക്കുന്നതായി കവി പറയുന്നു. ഏതു സമയവും ആനന്ദമല്ലാതെ അല്പം പോലും ദുഃഖം ആ മനസ്സിൽ ഇല്ല. മനുഷ്യ കുഞ്ഞിനെ പോലെ തന്നെയാണ് ആട്ടിൻകുട്ടിയുടെ ആഹ്ലാദവും. ബാല്യത്തിൻ്റെ ആഹ്ലാദാനുഭവത്തിന് മനുഷ്യർക്കെന്നോ മറ്റു ജീവികൾക്കെന്നോ ഭേദമില്ല എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും ആഹ്ലാദകരവുമായ ശൈശവകാലത്തിൻ്റെ മനോഹാരിതയും നൈർമല്യവും ആവിഷ്കരിക്കുന്ന ഈ കവിത ഏറെ ഹൃദ്യമാണ്. ലളിതകോമളമായ പദാവലികളും കവിതയുടെ ആശയത്തോടൊത്ത് പോകുന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കളിയും ചിരിയും നേരിൽ കണ്ട് ആസ്വദിക്കുന്ന അനുഭവം വായനക്കാരിൽ ഉണ്ടാക്കുവാൻ ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. അനുയോജ്യമായ പദങ്ങളോടൊപ്പം താളവും ഈ കവിതയെ ഏറെ ആസ്വാദ്യകരമാക്കുന്നു. മനസ്സിലായോ? എൻ്റെ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിയേ, നിങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു ബാല്യകാല അനുഭവം ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തന്നതാണ്. അത് നോക്കിയേ, നമ്മളുടെ കവി വിശേഷണം കൊടുത്തേക്ക് നോക്കിയേ. ചങ്ങമ്പുഴയുടെ ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? പറഞ്ഞു തരണം. ചങ്ങമ്പുഴ നമ്മുടെ എന്താണ് മലയാളത്തിലെ ഗന്ധർവ കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കൊച്ചിക്കടുത്ത് ഇടപ്പള്ളിയിൽ 1911 ഒക്ടോബർ 10 ജനിച്ചു. തെക്കേടത്ത് രാമൻ മേനോന്റെയും ചങ്ങമ്പുഴ വീട്ടിൽ പാറുക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ച ചങ്ങമ്പുഴ കൗമാരപ്രായത്തിൽ തന്നെ കവി എന്ന നിലയിൽ പ്രശസ്തനായി. 20-ാം വയസ്സിൽ ആദ്യ കവിതാ സമാഹാരമായ ബാഷ്പാഞ്ജലി പ്രസിദ്ധീകരിച്ചു. 25-ാം വയസ്സിൽ എഴുതി പ്രസിദ്ധീകരിച്ച രമണൻ എന്ന ഖണ്ഡകാവ്യം കേരളീയ സഹൃദയ ലോകത്തെ കീഴടക്കി കളഞ്ഞു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിച്ച കാവ്യവും ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന രമണനാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും BA ഓണേഴ്സും പാസ്സായി. കുറച്ചു കാലം പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുള്ള ചങ്ങമ്പുഴ പിന്നീട് തൃശ്ശൂരിലുള്ള മംഗളോദയത്തിന്റെ പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിച്ചു. കവിതയെ ജനകീയമാക്കുന്നതിൽ ചങ്ങമ്പുഴ അതിപ്രധാനമായ പങ്ക് വഹിച്ചു. ലളിത കോമള പദാവലിയിലൂടെ അനുസൃതമായ പ്രവാഹവും മനമയക്കുന്ന ഗാനാത്മകളായ ചങ്ങമ്പുഴ കവിതയുടെ സവിശേഷതയാണ്. യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളെ അദ്ദേഹം കവിതയ്ക്ക് വിഷയമാക്കി. ഉദ്യാനലക്ഷ്മി, സങ്കല്പകാന്തി, ഓണപ്പൂക്കൾ, രക്തപുഷ്പങ്ങൾ, നിഴലുകൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ അത് കവിതാ സമാഹാരമാണ്. മോഹിനി, തിലോത്തമ, സുധാംഗത, യവനിക, പാടുന്ന പിശാച് എന്നിവ കൂടാതെ തുടിക്കുന്ന താളുകൾ എന്ന ആത്മകഥയും കളിത്തോഴി എന്ന നോവലും ഉൾപ്പെടെ 40-ലധികം കൃതികൾ ചങ്ങമ്പുഴ രചിച്ചിട്ടുണ്ട്. ആ പൂമാല, വാഴക്കുല തുടങ്ങിയ കവിതകൾ വളരെയേറെ പ്രശസ്തമാണ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കുന്ന ചങ്ങമ്പുഴ ക്ഷയരോഗബാധിതനായി 1948 ജൂൺ 18 37-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു.
ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ ഈ 2 പാഠഭാഗം കൂടി നന്നായിട്ട് പഠിക്കുക. ബാക്കി പാഠഭാഗവുമായിട്ട് അടുത്തൊരു റിവിഷൻ ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, എക്സാം അടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.